ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ഗ്രൂപ്പിൽ നമ്മളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും വീണ്ടും ഒരു രാമായണം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നിങ്ങൾക്കറിയാം, നമ്മൾ സീരിയൽ രാമായണ ക്ലാസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡമൊക്കെ പിന്നിട്ട് ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായി നമ്മൾ ശ്രീരാമചന്ദ്രമൂർത്തിയും ഹനുമാനും തമ്മിലുള്ള കാഴ്ചയെക്കുറിച്ചും അല്ലെങ്കിൽ അവർ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചും അവരുടെ സംസാരത്തെക്കുറിച്ചും എങ്ങനെയാണ് സുഗ്രീവൻ ശ്രീരാമചന്ദ്രമൂർത്തി എങ്ങനെയാണ് സുഗ്രീവനെ കാണാൻ വേണ്ടിയിട്ട് ഹനുമാൻ വന്നിട്ട് ശ്രീരാമചന്ദ്രമൂർത്തിയെയും ലക്ഷ്മണനെയും സ്വന്തം തോളിൽ എടുത്തുകൊണ്ട് ഋഷ്യമുഖ പർവ്വതം, അവിടെയാണ് ആര് താമസിക്കുന്നത്, സുഗ്രീവൻ താമസിക്കുന്നത്, അവിടെ എത്തുന്നതെന്നും സുഗ്രീവൻ എങ്ങനെയാണ് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മുന്നിൽ ആദ്യമായിട്ട് വരുന്നത്, ശ്രീരാമചന്ദ്രമൂർത്തിയെ കാണുന്നത് എന്നും അവർ തമ്മിൽ ആദ്യമായി സംസാരിക്കുന്നതും സുഗ്രീവൻ തൻ്റെ വിഷമങ്ങൾ പറയുന്നതും ശ്രീരാമചന്ദ്രമൂർത്തി തൻ്റെ വിഷമങ്ങൾ പറയുന്നതും വിധിയാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത് എന്ന് ശ്രീരാമചന്ദ്രമൂർത്തി പറയുന്നതും അതിനുശേഷം ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും ഒരുമിച്ചിരിക്കവേ സുഗ്രീവൻ ശ്രീരാമചന്ദ്രമൂർത്തിയെ മാത്രം ഒരു ഇരിപ്പിടം നൽകി ആദരിച്ചത് എങ്ങനെയാണ് ഹനുമാൻ ഇഷ്ടമാകാതിരുന്നത് എന്നും ഹനുമാൻ അതിന് പകരമായി സ്വന്തം പ്രവൃത്തി കൊണ്ട് സുഗ്രീവന് എങ്ങനെയാണ് ഒരു നല്ല ഉദാഹരണം കാണിച്ചു കൊടുത്തതെന്നും ലക്ഷ്മണനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തിയതെന്നും ലക്ഷ്മണനെ പ്രീതിപ്പെടുത്തിയപ്പോൾ അല്ലെങ്കിൽ ലക്ഷ്മണനെ ആദരിച്ചപ്പോൾ ഹനുമാനോട് ശ്രീരാമചന്ദ്രമൂർത്തിക്ക് വളരെയധികം സ്നേഹമുണ്ടായത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ കണ്ടു. അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് വാനര എന്ന പദത്തിന്റെ അർത്ഥമാണ്. എങ്ങനെയാണ് വാനര എന്ന പദത്തിന്റെ അർത്ഥം വരുന്നത് എന്ന് ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രമൂർത്തി ഒരു വലിയ തത്വം പോലെ പറഞ്ഞു കൊടുക്കുന്നു. അതേസമയം സുഗ്രീവനും ഹനുമാനും മറ്റ് സുഹൃത്തുക്കളും 3 സുഹൃത്തുക്കളും അവർ 5 പേരാണ്. അവര് ഈ ഒരു സന്ദർഭത്തിൽ അവരുടെ ഗുഹയിലേക്ക് പോയിട്ട് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വസ്തു കൊണ്ടുവരാൻ, സീതാന്വേഷണത്തിന് സഹായിക്കാനുള്ള അല്ലെങ്കിൽ അതിന് സൂചന നൽകുന്ന വളരെയധികം പ്രധാനമായിട്ടുള്ള ഒരു വസ്തുവാണ് തങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ പോകുന്നു? അവര് ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നു. ഈ സമയത്താണ് ഇവർ 2 പേരും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നത്. ആര്? ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നത്. എന്താണ് അവർ കൊണ്ടുവന്നത് എന്നാണ് നമ്മൾ ഇനി കാണാനിരിക്കുന്നത്. പക്ഷെ അതിനു മുന്നേ നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം, ഭഗവാനെയും ഗുരുവിനെയും പ്രണമിച്ചുകൊണ്ട്. ശ്രീരാം ജയ രാം ജയ ജയ രാം, 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 श्रीराम जय राम
जय जय राम। हरे कृष्ण। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासदि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇപ്പോൾ രക്ഷ്യമുഖ പർവ്വതത്തിൽ സുഗ്രീവനും രാമനും തമ്മിലുള്ള സംവാദത്തിൻ്റെ ആ ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ലക്ഷ്മണൻ പറഞ്ഞ വാനരൻ എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലായി അല്ലേ? എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വാലിയേക്കാൾ സുഗ്രീവനെ ശ്രീരാമചന്ദ്രമൂർത്തി ഈ ഒരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ ശബരിയും ഗബന്ധനും എന്തുകൊണ്ടാണ് വാലിയെ പോലെ പവർഫുൾ ആയിട്ടുള്ള സൈന്യബലമുള്ള ഒരാളുടെ സഹായം അഭ്യർത്ഥിക്കാതെ സുഗ്രീവനെ പോലെ ഒളിച്ചു താമസിക്കുന്ന ഒരു വാനരന്റെ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് അവരോട് സുഗ്രീവനെ കാണാൻ വേണ്ടി പറഞ്ഞത് എന്ന് ലക്ഷ്മണന് മനസ്സിലായി. വാലിയുടെ 4 ഡിഫക്ട്സ് ലക്ഷ്മണന് മനസ്സിലായി. വാനരൻ എന്ന പദത്തിന്റെ അപ്പോ വാലിയുടെ 4 ഡിഫക്ട്സ് എന്താണെന്നും സുഗ്രീവന്റെ 4 മേന്മകൾ എന്താണെന്നും ലക്ഷ്മണന് മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ്? അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഗ്രീവനും ഹനുമാനും കൂട്ടുകാരും ചേർന്നിട്ട് അവരുടെ ഗുഹയിൽ നിന്നും ഒരു കാര്യം കൊണ്ടുവന്ന് കൊടുത്തു. രാമചന്ദ്രമൂർത്തി അത് കാണണമെന്ന് ആ വാനര രാജാവിന് ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു, രാമചന്ദ്രമൂർത്തിയെ സീതാമാതാവിനെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് രാവണൻ ശ്രമിച്ചപ്പോൾ ആ ഒരു സീതാ അന്വേഷണത്തിന് വേണ്ടി സഹായിക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം ഇത് എന്ന് സുഗ്രീവനൊരു തോന്നൽ. അതുകൊണ്ടാണ് അത് എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന് അത് രാമചന്ദ്രമൂർത്തിയുടെ കയ്യിൽ കൊടുത്തു. രാമചന്ദ്രമൂർത്തി ആ കെട്ട് കയ്യിൽ വാങ്ങിച്ചു. അത് തുറന്നു. അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ കണ്ണുനീര് വന്നു തുടങ്ങി. കാരണം ഈ ഒരു മൃദുലമായിട്ടുള്ള വസ്ത്രത്തിന് അദ്ദേഹത്തിന് പരിചയമുണ്ട്. കാരണം അത് അദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകള് ഒരുപാട് നിറഞ്ഞു ഒഴുകുന്നത് പോലെ. കാരണം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് സ്വന്തം പത്നിയുടെ സീതയുടെ ആഭരണങ്ങളാണ് എന്ന്. അദ്ദേഹത്തിന്റെ ആ ഒരു വിറച്ചുകൊണ്ട് കയ്യിലും ആ ആഭരണ പൊതി വെച്ചുകൊണ്ടിരിക്കുന്ന രാമചന്ദ്രമൂർത്തിയെ കണ്ടപ്പോൾ ലക്ഷ്മണൻ വന്ന് അദ്ദേഹത്തിന്റെ തോളിൽ തൊട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. രാമചന്ദ്രമൂർത്തി ആണെങ്കിൽ ലക്ഷ്മണനോട് തിരിഞ്ഞിട്ട് ലക്ഷ്മണന്റെ നേരെ ഈ പൊതി കാണിച്ചിട്ട് അദ്ദേഹം ലക്ഷ്മണൻ അത് കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് എന്ന് ലക്ഷ്മണന് തോന്നി. ലക്ഷ്മണനാണെങ്കിൽ രാമചന്ദ്രമൂർത്തിയുടെ കയ്യിലിരിക്കുന്ന ആ പൊതിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അത് കൂട്ടമടഞ്ഞു കിടക്കുന്ന എന്തോ ഒരു ആഭരണം പോലെയാണ് തോന്നിയത്. ഒന്നും വ്യക്തമല്ല. എന്തായാലും അതിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നെങ്കിലും ആ ആഭരണങ്ങള് സുഗ്രീവൻ പറഞ്ഞത് മേലേന്ന് വലിച്ചെറിഞ്ഞ ആഭരണങ്ങളാണ് എന്നാണ്. പക്ഷെ ആ ആഭരണങ്ങൾക്ക് ഒരു കേടുപാടും വന്നിട്ടില്ല. ഒരിക്കലും ഒരു ആഭരണം പോലും അതിൻ്റെ അകത്ത് പൊട്ടിയോ അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് തക്കതായിട്ട് ഉള്ള തരത്തിൽ തന്നെയാണ്. അല്ലാതെ അത് ഡാമേജ് ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് നഷ്ടത്തിലൊന്നും വന്നിട്ടില്ല. ലക്ഷ്മണൻ വിചാരിക്കുന്നു, ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടോ, ഇത് സീതാമാതാവിൻ്റെതാണോ എന്നിങ്ങനെ ലക്ഷ്മണൻ ചിന്തിക്കുകയാണ്. ചിലപ്പോൾ സീതാമാതാവ് ഈ പ്രകാരം തൻ്റെ ആഭരണങ്ങളെ ഒരു കിഴിയിലാക്കി സുഗ്രീവന്റെ നേരെ വന്നിട്ട് രാവണന്റെ വിമാനത്തിൽ കൂടി പോകുമ്പോൾ സുഗ്രീവന്റെ നേരെ എറിഞ്ഞതായിരിക്കാം.
പക്ഷേ അത്ര ദൂരത്ത് നിന്ന് എറിഞ്ഞിട്ടും താഴെ വന്ന് വിമാനം പറക്കുന്ന ദൂരം നമുക്കറിയാം. അത് താഴെ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആഭരണത്തിന്റെ മേലുണ്ടാകുന്ന ഈ ഒരു ആഘാതം നമുക്കറിയാം. എന്നിട്ടും ലക്ഷ്മണൻ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ആ ഒരു അപാകത അല്ലെങ്കിൽ ആ ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു നാശം വന്നിട്ട് ആ ജൂവലറികൾക്ക് അല്ലെങ്കിൽ ആഭരണങ്ങൾക്ക് ഉണ്ടാകാതിരുന്നത്. ലക്ഷ്മണനാണെങ്കിൽ പഞ്ചവടി മുതൽ കിഷ്കിന്ധ വരെ നടന്ന ആ ഒരു വഴികളെല്ലാം ലക്ഷ്മണൻ ഓർക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി അവർ കണ്ടു, ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി അവർ കടന്നുപോയി. ഒരുപാട് ഋഷിമാരുടെ ആശ്രമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും എറിയാതെ സീതാമാതാവിൻ്റെതാണ് ഈ ആഭരണമെങ്കിൽ എന്തുകൊണ്ടാണ് അത് സുഗ്രീവന്റെ മേൽ അല്ലെങ്കിൽ ഈ വാനരന്മാരുടെ മേൽ, ഋഷ്യമുഖ പർവ്വതത്തിന് മേൽ, ഈ താമസിക്കുന്ന വാനരന്മാരുടെ മേലേക്ക് അത് എറിയാൻ വേണ്ടിയിട്ട് എന്തായിരിക്കാം കാരണം എന്ന് ലക്ഷ്മണൻ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് സുഗ്രീവൻ സംസാരിച്ചു തുടങ്ങുന്നത്. സുഗ്രീവൻ പറയുകയാണ്, പ്രഭു രാമനോട്, നിസ്സഹായിയായ ഒരു സ്ത്രീ ഞങ്ങൾ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നതിനിടയിലേക്ക് ഈ ഒരു ആഭരണ പൊതി എറിഞ്ഞു തരികയായിരുന്നു. അത് ആ ദൂരത്തു നിന്നും അത്ര ദൂരത്തു നിന്നും ശ്രദ്ധയോടുകൂടിയാണ് എറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നേരെ മറ്റാരുടെയും കൈകളിൽ വീഴാതെ എൻ്റെ കാൽക്കൽ തന്നെയാണ് വന്ന് വീണത്. അപ്പോൾ ലക്ഷ്മണന് മനസ്സിലായി. എന്താണ് ലക്ഷ്മണന് മനസ്സിലായി? എന്തുകൊണ്ടാണ് ജുവലറി ഇൻടാക്ട്, അത്ര ശ്രദ്ധയോടുകൂടി അത് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സീതാമാതാവ് മനഃപൂർവ്വം തനിക്ക് രക്ഷ കിട്ടാൻ വേണ്ടി എറിഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും ലക്ഷ്മണന് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ട് സുഗ്രീവൻ വേറെ ഒരു വാനരന്മാർക്ക് നേരെയും അത് എറിയാതെ എന്തുകൊണ്ട് സുഗ്രീവന്റെ നേരെ അത് എറിഞ്ഞു? സീതാമാതാവ് ദൈവികമായിട്ടുള്ള ഒരു ഗുണങ്ങളുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള സിദ്ധികളുള്ള ഒരു സ്ത്രീയാണ് എന്ന് ലക്ഷ്മണന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മണൻ ഇപ്പോൾ മനസ്സിലാകുന്നത്, സീതാമാതാവിൻ്റെ ദയ അല്ലെങ്കിൽ സീതാമാതാവിൻ്റെ ഗുഡ് ലക്ക്, ഫോർച്യൂൺ വന്നിട്ട് സുഗ്രീവന്റെ മേൽ പതിച്ചിരിക്കുകയാണ്. ലക്ഷ്മി കടാക്ഷം എന്ന് പറയുന്നത് സുഗ്രീവന്റെ മേൽ പതിച്ചിരിക്കുകയാണ് എന്ന് ഇപ്പോഴാണ് ലക്ഷ്മണന് മനസ്സിലാകുന്നത്. എന്നിട്ട് ഇതാണ് സുഗ്രീവനെ തിരഞ്ഞെടുക്കാനുള്ള 5ാമത്തെ റീസൺ ആയിട്ട് ലക്ഷ്മണന് തോന്നുന്നത്. 4 റീസൺസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, വിനയമുണ്ട്, മറ്റുള്ളവരുടെ ഉപദേശങ്ങളെ മാനിക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ അതിനുള്ള തയ്യാറുണ്ട്. പിന്നെ സമയം കൊണ്ട് അദ്ദേഹം കൂടുതൽ ദുഃഖങ്ങളിൽ കൂടി കടന്നുപോയിട്ട് പക്വമായ ആളാണ്. ഹനുമാൻ എന്ന മഹത് വ്യക്തിയുടെ സാന്നിധ്യം, ഇതെല്ലാം ചേർന്നിട്ടാണ് സുഗ്രീവനെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഈ രാമചന്ദ്രമൂർത്തി തിരഞ്ഞെടുക്കുന്നത് എന്ന് ലക്ഷ്മണന് രാമചന്ദ്രമൂർത്തി പറഞ്ഞു കൊടുത്തു. 5ാമത്തെ റീസൺ ഇതാണ്, ലക്ഷ്മി ദേവിയായിട്ടുള്ള സീതാമാതാവിന്റെ കടാക്ഷം ആർക്ക് വന്നിട്ടുണ്ട്? ഈ ആഭരണം കിട്ടുന്നതിലൂടെ തന്റെ ഈ ദൗത്യത്തിന് വേണ്ടി സുഗ്രീവനെ സ്വയം സീതാമാതാവ് തിരഞ്ഞെടുത്തതാണ് എന്ന് ആർക്ക് മനസ്സിലാകുന്നു? ലക്ഷ്മണന് മനസ്സിലാകുന്നു. ലക്ഷ്മണൻ അത് സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഇപ്പോഴും രാമചന്ദ്രമൂർത്തി ഉത്തരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ലക്ഷ്മണന്റെ നേരേക്ക് ഈ ആഭരണപ്പൊതി നീട്ടിക്കൊണ്ട്. സസൂക്ഷ്മം നിരീക്ഷിച്ചു. അത് നെക്ലേസ് ഉണ്ട്, അതിൻ്റെ അകത്ത് കഴുത്തിലണിയുന്ന ആഭരണം, പിന്നെ കാതിലണിയുന്ന ആഭരണമുണ്ട്, കയ്യിൽ അണിയുന്ന ആഭരണമുണ്ട്. പക്ഷെ എത്ര തവണ സൂക്ഷിച്ചു നോക്കിയിട്ടും ലക്ഷ്മണന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, സീതാമാതാവിൻ്റെ ആണോ ഇല്ലയോ എന്ന്. അദ്ദേഹത്തിന് നിരാശയായി. കാരണം അദ്ദേഹത്തിന് അറിയാം രാമചന്ദ്രമൂർത്തി ആഗ്രഹിക്കുന്നത് എന്താണ്, ഇത് താൻ മനസ്സിലാക്കണം, ഇത് അറിയണം, സീതയുടേതാണോ എന്ന് കൺഫേം ചെയ്യണം, ഉറപ്പിച്ച് പറയണം ഇത്. കാരണം എന്താണ്, ഇത് യഥാർത്ഥത്തിൽ സീതയുടെ ആണോ അല്ലയോ എന്ന് അദ്ദേഹത്തിന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സത്യം ലക്ഷ്മണൻ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് സീതാമാതാവ് സ്ഥിരമണിഞ്ഞിരുന്ന ആഭരണങ്ങളാണ് ഇത് എങ്കിലും തനിക്ക് ആ ആഭരണങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം സീതാമാതാവ് എല്ലാ ദിവസവും അണിഞ്ഞിരുന്നെങ്കിലും ലക്ഷ്മണൻ ഒരിക്കൽ പോലും കഴുത്തിലെയോ കാതിലെയോ അല്ലെങ്കിൽ തോൾവളകളോ ഒന്നും കണ്ടിട്ടു പോലുമില്ല. അതാണ് അത്ഭുതകരമായ വസ്തുത. ലക്ഷ്മണനാണെങ്കിൽ ഇത് വന്നിട്ട് മനസ്സിൽ ആലോചിക്കുകയാണ്, രാമചന്ദ്രമൂർത്തിക്ക് വിലമതിക്കാനാവാത്ത ഒരു അഭിപ്രായമാണ് ലക്ഷ്മണൻ്റേത് എന്ന് ലക്ഷ്മണന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം
പഞ്ചവടിയിൽ വെച്ച് ആ സ്വർണമൃഗം, മായാമൃഗം തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ താൻ പറഞ്ഞിരുന്നു, ഇത് വന്നിട്ട് ഒരു സാധാരണ മൃഗമല്ല, അല്ലെങ്കിൽ സാധാരണ മാനല്ല, സ്വർണ്ണ മാനല്ല, സ്വർണ്ണ മൃഗമല്ല, അത് ഒരു ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ഒരു മൃഗമാണ് എന്ന് പറഞ്ഞിരുന്നു. അത് സത്യമായി ഭവിച്ചു. അന്നത്തെ ആ അനുഭവത്തിൽ നിന്നും, ദുരനുഭവത്തിൽ നിന്നും രാമചന്ദ്രമൂർത്തിക്ക് മനസ്സിലായി, ഇത് വന്നിട്ട് ലക്ഷ്മണന് ഒരു ഇൻഡ്യൂഷൻ ഉണ്ട്, അതായത് ഒരു തോന്നലുണ്ട്, ഇത് സത്യമാണോ അതെയോ വ്യാജമാണോ എന്നറിയാനുള്ള ഒരു പ്രത്യേക തോന്നൽ ലക്ഷ്മണന് ഉണ്ട് എന്ന് ആർക്ക് മനസ്സിലായി? രാമചന്ദ്രമൂർത്തിക്ക് അന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിനുശേഷം എല്ലാം താൻ നേരിടുന്ന എല്ലാ അനുഭവങ്ങളിലും ലക്ഷ്മണന്റെ അഭിപ്രായം എന്ന് പറയുന്നത് രാമചന്ദ്രമൂർത്തിക്ക് അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് വിലമതിക്കുന്നതാണ്. അതുകൊണ്ട് രാമന് അറിയണം, ലക്ഷ്മണൻ ഇത് കൺഫേം ചെയ്യണം, ഇത് വ്യാജമാണോ സീതയുടേതാണോ എന്ന്. പക്ഷെ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ലക്ഷ്മണൻ പറയുകയാണ്, നാഹം ജാനാമി കേയൂരേ നാഹം ജാനാമി കുണ്ടലേ നൂപുരേ വാഹം ജാനാമി നിത്യം പാദാഭിവന്ദനാത്. എന്താ പറയുന്നത്? എനിക്കറിയില്ല ഈ ആംലെറ്റ്സ് അല്ലെങ്കിൽ തോൾവളകൾ സീതമ്മയുടേതാണോ എന്ന്. എനിക്ക് ആ കർണാഭരണങ്ങൾ സീതയുടേതാണോ എന്ന് അറിയില്ല പ്രഭു. പക്ഷേ എനിക്ക് ആ ആഭരണങ്ങളിൽ പാദസരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാകും. കാരണം ഒരിക്കലും സീതാമാതാവിൻ്റെ പാദത്തിൽ നിന്നും മേലേക്ക് ശ്രദ്ധിച്ച് ഞാൻ നോക്കിയിട്ട് പോലുമില്ല. എൻ്റെ കണ്ണുകൾ സദാസമയവും ആ പാതാരവിന്ദത്തില് നിരന്തരം ഞാൻ നമസ്കരിക്കും. ലക്ഷക്കണക്കിന് തവണ ഞാൻ ഈ 13 വർഷങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മാതാവിൻ്റെ പാദസരങ്ങളെ, നൂപുരങ്ങളെ തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അവിടെ കൂടി നിൽക്കുന്ന സുഗ്രീവനും ബാക്കിയുള്ള വാനരന്മാരും എല്ലാം വായും തുറന്ന് സ്തബ്ധരായിട്ട് നിന്നുപോയി. വേറെ ഏതോ ലോകത്തിൽ നിന്നാണ് ലക്ഷ്മണൻ വരുന്നത് എന്ന് തോന്നുന്ന വിധത്തിലാണ് ലക്ഷ്മണൻ സംസാരിക്കുന്നത്. സുഗ്രീവൻ ആലോചിക്കുകയാണ്, വാലിയുടെയും ലക്ഷ്മണന്റെയും സ്വഭാവത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എങ്ങനെയാണ് ഒരു വാനരനും ഒരു മനുഷ്യനും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് ഇപ്പോഴാണ് ആർക്ക് മനസ്സിലാവുന്നത്? സുഗ്രീവന് മനസ്സിലാകുന്നത്. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മുന്നിൽ വേഷം ധരിച്ചെത്തിയിരിക്കുകയാണ്, മാനുഷ വേഷത്തിൽ. ആര്? സുഗ്രീവൻ. അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം വേഷം, പ്രച്ഛന്നമായി വേഷം ചേഞ്ച് ചെയ്യാം ആർക്ക്? സുഗ്രീവന്. പക്ഷേ ഇപ്പോഴാണ് സുഗ്രീവൻ മനസ്സിലാക്കുന്നത്, പുറമേ അല്ല വേഷം ധരിക്കേണ്ടത്. ആ ഗുണങ്ങൾ വന്നിട്ട് ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതെന്താണ് അദ്ദേഹം ചിന്തിക്കുകയാണ്, രണ്ട് സഹോദരന്മാരെ കുറിച്ച്. ഒരു സഹോദരൻ, ലക്ഷ്മണനെ പോലുള്ള ഒരു സഹോദരൻ സ്വന്തം ജ്യേഷ്ഠത്തെയെ ദൈവത്തെ പോലെ ആരാധിച്ചിട്ട് ആ പാദത്തിൽ നിന്നും മേലേക്ക് നോക്കാൻ പോലും ആരാധനയോടുകൂടി മാത്രം ആ പാദങ്ങളെ വന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ എവിടെ? തൻ്റെ വാലി എന്ന് പറയുന്ന സഹോദരൻ. സ്വന്തം ഭാര്യയെ പോരാഞ്ഞ് തൻ്റെ ഭാര്യയെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എൻജോയിങ് മെന്റാലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സഹോദരൻ എവിടെ എന്ന് രണ്ടുപേരെയും കമ്പയർ ചെയ്തുകൊണ്ട് വാനരൻ ആരെവിടെ, ഒരു നരൻ എവിടെ എന്ന്, എന്ത് ഗുണങ്ങളാണ് അവർക്കുണ്ടാകുന്നത്, വ്യത്യാസമുണ്ടാകുന്നത് എന്ന് സുഗ്രീവൻ ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, വേഷപ്രച്ഛന്നത കൊണ്ട് കാര്യമൊന്നുമില്ല. എന്താണുള്ളത്? വേഷപ്രച്ഛന്നതയല്ല, ഗുണങ്ങൾ ആർജിക്കുന്നതിൽ നിന്നാണ് വാനരനും നരനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് സുഗ്രീവൻ ചിന്തിക്കും. രാമചന്ദ്രമൂർത്തി ഇത് കേട്ട് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നെങ്കിലും രാമചന്ദ്രമൂർത്തി ചിന്തിക്കുകയാണ്. ലക്ഷ്മണനെ നോക്കി രാമചന്ദ്രമൂർത്തി പുഞ്ചിരിക്കും. കാരണം ലക്ഷ്മണന്റെ ആ ശീലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സത്സ്വഭാവത്തെക്കുറിച്ച് ചിന്തിച്ച് രാമചന്ദ്രമൂർത്തി കണ്ണു നിറയ്ക്കുകയാണ്. ലക്ഷ്മണന് രാമചന്ദ്രമൂർത്തിക്ക് അറിയാം. രാമചന്ദ്രമൂർത്തി കണ്ടിട്ടുണ്ട് നേരത്തെയും. 13 വർഷക്കാലം ലക്ഷ്മണനെ രാമചന്ദ്രമൂർത്തി കാണുന്നുണ്ട്. ഒരിക്കലും ലക്ഷ്മണൻ അവരുടെ ആ ഒരു അതിർവരമ്പ് കടന്ന് ജ്യേഷ്ഠതയോട് പെരുമാറുന്നത് രാമൻ കണ്ടിട്ടേയില്ല. ഒരു വീട്ടിൽ പോലും താമസിച്ചിട്ടില്ല. ലക്ഷ്മണൻ എപ്പോഴും അവർക്കുള്ള ആ ഒരു പ്രൈവസി, ഏകാന്തത കൊടുത്തിട്ട് മാറിയാണ് താമസിക്കുന്നത്. പുറത്ത് തങ്ങൾക്കുള്ള സംരക്ഷണ കവചമായിട്ട് റോന്തു ചുറ്റുന്നത്, നിദ്ര പോലും ഒഴിവാക്കിക്കൊണ്ട് റോന്തു ചുറ്റുന്നത് മാത്രമേ രാമചന്ദ്രമൂർത്തി കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഒരിക്കലും അവരുടെ ഏകാന്തതയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ പ്രൈവസിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ ഒന്നും വന്നിട്ട് ലക്ഷ്മണൻ ചെയ്തിട്ടേയില്ല. അപ്പോൾ രാമചന്ദ്രമൂർത്തി ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് സീതയ്ക്ക് ഈ ഒരു അനുജന്റെ മേൽ
അങ്ങനെ ഒരു അപവാദം പറയാൻ പറ്റുന്നത്? കാരണം രാമചന്ദ്രമൂർത്തിയോട് ലക്ഷ്മണൻ പറഞ്ഞിരുന്നു, സീതമ്മയെ തൻ്റെ ശീലത്തെ അല്ലെങ്കിൽ ക്യാരക്ടറിനെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് പറ്റുക? എങ്ങനെയാണ് പറ്റുക ഇത്തരം ഒരു സഹോദരനെ കുറിച്ച് അത്തരത്തിൽ സീതയ്ക്ക് ചിന്തിക്കാൻ എന്ന് രാമചന്ദ്രമൂർത്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് ഹനുമാൻ രാമചന്ദ്രമൂർത്തിയുടെ കയ്യിൽ നിന്നും ആഭരണപ്പൊതി വാങ്ങിച്ചു. എന്നിട്ട് അതിനെ എല്ലാത്തിനെയും തരംതിരിച്ചു. അതിൽ നിന്നും ആ നൂപുരങ്ങൾ മാത്രമെടുത്ത് സുഗ്രീവന്റെ കയ്യിൽ കൊടുത്തു. സുഗ്രീവൻ ഇവിടെ അത് ലക്ഷ്മണന്റെ കയ്യിൽ ഇങ്ങനെ കാണിച്ചു. ഒറ്റ തവണ കണ്ടതും ലക്ഷ്മണൻ ആവേശം കൊണ്ട് പറയാൻ തുടങ്ങി, അതെ, ഇത് സീതാമാതാവിന്റെ തന്നെയാണ്, ഇത് സീതാമാതാവിന്റെ തന്നെയാണ്, എനിക്ക് തെറ്റുകയില്ല എന്ന് പറഞ്ഞു. ഈ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഉറപ്പ് കിട്ടിയതും രാമചന്ദ്രമൂർത്തിയുടെ കണ്ണുകൾ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം ആ ആഭരണപ്പൊതി വാങ്ങിച്ച് സ്വന്തം നെഞ്ചോട് ചേർത്ത് കരയാൻ തുടങ്ങി. പിന്നെ അത് കണ്ണിൽ ചേർക്കുകയാണ്. പിന്നെ അതിൻ്റെ സുഗന്ധം, സീതാമാതാവിൻ്റെ സുഗന്ധമാണ് അദ്ദേഹത്തിന് ആ ആഭരണങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഇതെല്ലാം അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. സീതയുടെ വിരഹത്തിൽ നിന്നും ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശരീരം ചൂടാവാൻ തുടങ്ങി. സുഗ്രീവൻ നിന്ന് രാമചന്ദ്രമൂർത്തിയുടെ തോളിൽ പിടിച്ചതും അദ്ദേഹത്തിന് കൈ പൊള്ളുന്നത് പോലെ തോന്നി. അത്രയ്ക്കാണ് ആ വിരഹത്തിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ചുട്ടുപഴുക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം ആ ആഭരണപ്പൊതി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, രാമചന്ദ്രമൂർത്തി, എന്തൊരു നിർഭാഗ്യമാണ്. രാമചന്ദ്രമൂർത്തി കരയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്തൊരു നിർഭാഗ്യമാണ്. ആ മൃദുലമായിട്ടുള്ള ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ തൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ തരത്തിൽ വന്നിരിക്കുന്നത് കണ്ട് രാമചന്ദ്രമൂർത്തി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്തൊരു നിർഭാഗ്യമാണ്. കോദണ്ഡമേന്തിയ വീരനായ ഒരു രാജകുമാരന്റെ ഭാര്യയായിട്ടും ഒരു വിധവയെ പോലെ സ്വന്തം ആഭരണങ്ങൾ ഈ തരത്തിൽ ഉപേക്ഷിക്കാൻ സീതയ്ക്ക് വന്ന വിധി എത്ര ദൗർഭാഗ്യകരമാണ്. എന്റെ പൂർവികന്മാർ, ഇക്ഷ്വാകു രാജവംശത്തിലുള്ള പൂർവികന്മാർ ഗംഗാദേവിയെ സ്വർഗത്തിൽ നിന്ന് പോലും ഭൂമിയിലേക്ക് കൊണ്ടുവന്നവരാണ്. പക്ഷേ അത് മാത്രമല്ല, എൻ്റെ സ്വന്തം പിതാവ് ദശരഥ മഹാരാജാവ് ദേവന്മാർക്കു വേണ്ടി ദേവലോകത്തിൽ പോയി യുദ്ധം ചെയ്തവരാണ്. പക്ഷെ നോക്കൂ, എന്നെ പോലുള്ള അവരുടെ ആ പിൻഗാമിയെ നോക്കൂ, എത്ര നാണം കെട്ടവനാണ് ഞാൻ, അല്ലെങ്കിൽ എത്ര ഭീരുവാണ് ഞാൻ എന്ന് നോക്കൂ. സ്വന്തം പത്നിയെ പോലും അവളുടെ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ രാമചന്ദ്രമൂർത്തി കണ്ണുനീർ വറക്കുകയാണ്. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ സുഗ്രീവൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ തോളിൽ പിടിച്ച് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. സുഹൃത്താണ് സുഗ്രീവൻ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാമചന്ദ്രമൂർത്തിയെ ആശ്വസിപ്പിക്കാം. സുഗ്രീവൻ കൈ കൂപ്പിക്കൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അല്ലയോ രാമ, എനിക്ക് അങ്ങേക്ക് ഉപദേശം തരാൻ വേണ്ടി യോഗ്യതയൊന്നുമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു സുഹൃത്ത് എന്ന രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങ് ദയവായി കേൾക്കണം. ഞാൻ ഒരിക്കലും എനിക്ക് വന്ന ഈ ദുഃഖത്തിലോ അല്ലെങ്കിൽ എനിക്ക് വന്ന ഈ ഒരു ദുരനുഭവത്തിലോ വന്നിട്ട് എൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ട ആ ദുഃഖത്തിലോ ഒന്നും നിരാശനായി ഞാൻ ഫൈറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഞാനതിനെ പ്രതിരോധിക്കാതെ ഇരുന്നിട്ടില്ല. എൻ്റെ ആ ഒരു ദുഷിച്ച മനസ്സുള്ള സഹോദരനോട് ഞാൻ ഒരിക്കലും വന്നിട്ട് പ്രതിരോധിക്കാതെ ഇരുന്ന് നിരാശനായി ഞാൻ ഇരുന്നിട്ടില്ല. അങ്ങയെപ്പോലെ അത്ര ഈ ഒരു ശക്തിമാനായ ധീരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ നിരാശ നല്ലതുമല്ല. ഏകാഗ്രതയും ബുദ്ധിയും ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തിൽ നിന്നും തിരിച്ചു വരേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സീതാമാതാവിനെ രക്ഷിക്കേണ്ടത് എന്ന് ചിന്തിക്കുകയാണ് അങ്ങ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഈ തരത്തിൽ അങ്ങ് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീതാമാതാവിന് നല്ലതിനായി ഹിതത്തിനായി നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. രാമചന്ദ്രമൂർത്തിക്ക് സുഗ്രീവന്റെ വാക്കുകളിൽ വിശ്വാസം തോന്നി, അല്ലെങ്കിൽ അത് കാര്യമാണ് എന്ന് തോന്നി. അദ്ദേഹം തന്നെ സ്വയം നിയന്ത്രിച്ചു. എന്നിട്ട് സുഗ്രീവനോട് ചോദിക്കുകയാണ്, അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? രാവണൻ സീതയെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോയിരിക്കുക? ഏത് ദിശയിലേക്കാണ് രാവണൻ സീതയെ കൊണ്ടുപോയത്? ഈ ചോദ്യം സുഗ്രീവൻ കേട്ടപ്പോഴേക്കും സുഗ്രീവൻ ഒന്ന് ചിന്തിച്ചു. താൻ ആ ഒരു സത്യം അല്ലെങ്കിൽ എവിടെയാണ് സീതാമാതാവിനെ കൊണ്ടുപോയിരിക്കുന്നത് സുഗ്രീവന് നിശ്ചയമില്ല. എങ്കിലും സുഗ്രീവന് ദിശ അറിയാം, ദക്ഷിണ ദിക്കിലേക്കാണ് പോയിരിക്കുന്നത് എന്ന്. അങ്ങോട്ടേക്കാണ് വിമാനം പോയിരിക്കുന്നത്. പക്ഷേ സുഗ്രീവൻ ഒരു തവണ ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്?
അഥവാ രാമചന്ദ്രമൂർത്തിയോട് രാവണന്റെ വേറെബൌട്ട്സ് അല്ലെങ്കിൽ രാവണന്റെ ആ ഒരു സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രാവണൻ എങ്ങോട്ടായിരിക്കും സീതയെ കൊണ്ടുപോയിരിക്കുക എന്നതിനെ കുറിച്ച് മുഴുവൻ ഇപ്പോൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഗ്രീവന്റെ ആ ഒരു കഷ്ടപ്പാടിൽ നിന്നും സുഗ്രീവനെ രക്ഷിക്കുക എന്നുള്ളത് രാമചന്ദ്രമൂർത്തി മറന്നുപോയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മറന്നുപോയിട്ട് വളരെയധികം ദേഷ്യത്തിൽ ഇപ്പോൾ തന്നെ രാവണനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും? അതുകൊണ്ട് സുഗ്രീവൻ കള്ളം പറഞ്ഞു. എന്തു പറഞ്ഞു? എനിക്ക് രാവണൻ സീതയെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് അറിയില്ല, രാവണൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയില്ല. സുഗ്രീവൻ കള്ളം പറഞ്ഞു. ഹനുമാൻ അപ്പോഴാണ് തൻ്റെ അഭിപ്രായം പറയുന്നത്. എല്ലാവരോടുമായിട്ട് ഹനുമാൻ പറയുകയാണ്, പ്രഭു, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം വളരെ വിനീതമായി അങ്ങയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാവിയിലേക്കുള്ള പദ്ധതികളെക്കുറിച്ച് കുറച്ച് വ്യക്തത വരാൻ അത് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാവണൻ സീതാമാതാവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയില്ല. ആകാശമാർഗേണയാണ് അദ്ദേഹം പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ പോയിരിക്കുന്നത് സീതാമാതാവിനെയും കൊണ്ട്. ശരിയാണ്, ദക്ഷിണ ദിക്കിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷേ രാവണന് സീതാമാതാവിനെ ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കാം. അങ്ങേക്ക് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാത്രം പോയി സീതാമാതാവിനെ തിരയുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങ് സീതാമാതാവിനെ അന്വേഷിച്ചു വരുന്നു എന്ന് രാവണന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീതയെ ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം എന്താണെങ്കിൽ പ്രഭു, അങ്ങ് സുഗ്രീവനെ സഹായിച്ചാൽ, വാലിയെ നശിപ്പിച്ചാൽ, സുഗ്രീവനെ സഹായിച്ചാൽ എന്ത് സംഭവിക്കും? സുഗ്രീവൻ കിഷ്കിന്ധ എന്ന വാനര രാജ്യത്തിന്റെ എതിരില്ലാത്ത അധിപനായി മാറും. കിഷ്കിന്ധ എന്ന വാനര രാജ്യത്തിൽ ലക്ഷക്കണക്കിന് വാനര സൈന്യമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 5 പേരുമായിട്ടുള്ള ആ ഒരു സേനയുമായി അങ്ങ് പോവുകയാണെങ്കിൽ നടക്കാത്ത അല്ലെങ്കിൽ സംഭവിക്കാത്ത കാര്യം, ആ വാനര സൈന്യം, അവരുടെ ശക്തി എന്ന് പറയുന്നത് അത്രയധികം ബൃഹത്താണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ആ സൈന്യത്തിന്റെ അധിപനായി മാറും. അസംഭവ്യമായിട്ടുള്ള ഏത് കാര്യവും സംഭവിക്കാൻ വേണ്ടിയിട്ട് ആ സൈന്യത്തിന് തയ്യാറാണ്, അല്ലെങ്കിൽ ആ സൈന്യം കേപ്പബിൾ ആണ്, അത് ശക്തിമത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയാണ്, ഹനുമാൻ ദീർഘവീക്ഷണം കൊണ്ട് ചിന്തിക്കുകയാണ്. ഈ 4 പേര്, തരു, നളൻ, നീലൻ, സുഗ്രീവൻ, പിന്നെ ആരാണ്? ഹനുമാൻ. ഈ 5 പേരും കൊണ്ട് മാത്രം രാമനും ലക്ഷ്മണനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീതാമാതാവിനെ മുക്കിലും മൂലയിലും നിന്ന് തിരഞ്ഞു പിടിക്കാൻ ഇവർക്കറിയാം, വാനരന്മാർക്കറിയാം. അതാണ് അവരുടെ ശക്തി എന്ന് പറയുന്നതും. ലോകത്തിന്റെ ഏത് കോണിൽ കൊണ്ടുപോയി സീതാമാതാവിനെ ഒളിപ്പിച്ചു വെച്ചാലും എല്ലായിടത്തും തിരഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ട് അത്രയും ആൾബലം അങ്ങേക്കുണ്ടാകും. സുഗ്രീവനെ സഹായിച്ച് വാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ അധിപതിയാക്കിയാൽ, കിഷ്കിന്ധയുടെ അധിപതിയാക്കിയാൽ, രാമചന്ദ്രമൂർത്തിക്ക് തോന്നി ഇത് സത്യമാണ്. രാമചന്ദ്രമൂർത്തി അത് തലകുലുക്കി സമ്മതിച്ചു. വീണ്ടും അദ്ദേഹം സീതാമാതാവിന്റെ ആഭരണങ്ങളെ തന്റെ നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്തു. എന്നിട്ട് അത് ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് ദൃഢമായി പിടിച്ചുകൊണ്ട് അദ്ദേഹം ദൃഢനിശ്ചയത്തോടു കൂടി എഴുന്നേറ്റു. എന്നിട്ട് ആ കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് അദ്ദേഹം ദൃഢനിശ്ചയത്തിന്റെ ആ ഒരു വീര്യഭാവം കണ്ണിൽ വരുത്തിക്കൊണ്ട് പറയുകയാണ്, വാലിയെക്കുറിച്ച് എനിക്ക് അറിയേണ്ടതെല്ലാം പറഞ്ഞു തന്നാലും സുഗ്രീവ, ഞാൻ വാലിയെക്കുറിച്ച് എന്തൊക്കെയാണ് അറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ എല്ലാം എന്നോട് പറഞ്ഞു തന്നാൽ. രാമന്റെ ചോദ്യം ആരുടെ നേർക്കായിരുന്നു? സുഗ്രീവന്റെ നേർക്കായിരുന്നു. വേറെ ആർക്കും അതിന് ആൻസർ ചെയ്യാൻ പറ്റുകയില്ല. കാരണം സുഗ്രീവന് നേർക്കായിരുന്നു ആ ചോദ്യം. പക്ഷെ അവിടെ ഇനി ഒരാൾ സുഗ്രീവന് പോലും അറിയാത്ത വാലിയുടെ ആ ഒരു രഹസ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അത് സുഗ്രീവന് പോലും അറിയുകയില്ല. ഈ ഒരു സംഭവം നടന്നതായിട്ട് സുഗ്രീവന് പോലും അറിയുകയില്ല. അത് ഒരേ ഒരാൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ അദ്ദേഹം മിണ്ടുന്നില്ല. ഹനുമാനാണെങ്കിൽ മനസ്സിൽ ആ ഒരു സന്ദർഭത്തെ ഓർത്ത്
അത് ഓർക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ. അത് ചോദിക്കാത്തത് കൊണ്ട് രാമചന്ദ്രമൂർത്തിയോട് അത് തുറന്നു പറയാൻ ഹനുമാൻ ശ്രമിക്കുന്നില്ല. ആ സംഭവം എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടാലോ. ഒരു ദിവസം നാരദമുനി കിഷ്കിന്ധയില് പെട്ടെന്ന് ഒരു ആഗമനം നടത്തി. ആൾക്കാരെല്ലാവരും നാരദമുനിയെ കണ്ട് ആകെ, അതായത് കിഷ്കിന്ധയിലെ വാനരന്മാരെല്ലാവരും അങ്ങനെ അത്ര സൗന്ദര്യവാനും അത്ര ഉജ്ജ്വലനുമായിട്ടുള്ള ഒരു യുവസന്യാസിയെ, നാരദമുനി ഭയങ്കര യുവസന്യാസിയാണ്, യുവസന്യാസി ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹം തൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ആ രൂപം വന്നിട്ട് കിഷ്കിന്ധയില് നടന്നുകൊണ്ട് തൻ്റെ വീണയും വീട്ടി ശ്രുതിമധുരമായ നാദത്തിൽ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് പോവുകയാണ്. അദ്ദേഹം എങ്ങോട്ടാ പോകുന്നത്? അവിടെ കിഷ്കിന്ധയിലെ രാജാവായ വാലിയുടെ കൊട്ടാരത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. വാലിയും ഈ ആഗമനത്തിൽ വളരെയധികം എന്താണ് ആഗമന ഉദ്ദേശമെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലാണ്. പക്ഷേ ഇത്രയും ദൂരം കടന്ന് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ആഗമന ഉദ്ദേശം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വാലി വളരെയധികം ആദരവോടുകൂടി ആരെ സ്വീകരിച്ചു? നമ്മുടെ നാരദമുനിയെ സ്വീകരിച്ചു. എന്നിട്ട് അർഘ്യം, പാദം, ഈ പ്രകാരം ആചാരപൂർവമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഇരിപ്പിടത്തിൽ ഇരുത്തിക്കൊണ്ട് വാലി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് എന്താണ് ആഗമന ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. എന്താണ് ആ രഹസ്യം എന്ന് ചോദിക്കുകയാണ്. ആ രഹസ്യം ആര് പറഞ്ഞു? നാരദ മഹർഷി പറഞ്ഞതും അത്രയധികം ആത്മവിശ്വാസമുണ്ടായിരുന്ന ആ വാനരരാജനായിരിക്കുന്ന വാലി പെട്ടെന്ന് തന്നെ വളരെ അസ്വസ്ഥനായിട്ടുള്ള ഒരു കുരങ്ങനായി മാറി. അദ്ദേഹത്തിന്റെ സ്വഭാവം ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ് വാലി നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു രഹസ്യം കേട്ടതും വാലിയുടെ ആ ആത്മവിശ്വാസമൊക്കെ എങ്ങനെയോ പോയി. അദ്ദേഹം വളരെ അരക്ഷിതാവസ്ഥയിലുള്ള ഒരു കുരങ്ങനായി, ഒരു വാനരനായി, സാധാരണ വാനരനായിട്ട് മാറി. എന്താണ് പറഞ്ഞത് നാരദ മഹർഷി? വാലിയോട് പറയുകയാണ്, അല്ലയോ വാനരരാജൻ, അഞ്ജന, കേസരിയുടെ പത്നിയായ അഞ്ജനയുടെ ഉദരത്തിൽ മഹാദേവന്റെ, രുദ്രന്റെ അംശമായിട്ടുള്ള ഒരു അത്ഭുത ശിശു വളർന്നു വരുന്നുണ്ട്. ഇപ്പോഴേ സ്വർഗത്തിൽ സംസാരമാണ്. എന്ത്? ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ അദ്ദേഹം വളരെയധികം വീരനായിരിക്കും. അദ്ദേഹത്തെ പോലെ വീരനായിട്ട് ഇനി ഒരാൾ ഉണ്ടാവുകയില്ല എന്ന്. അങ്ങയെ പോലും 1000-ൽ പരം അങ്ങയുടെ ശക്തിയിൽ 1000 മടങ്ങ് ശക്തിയാണ് ആർക്ക്? ആ ശിശുവിന് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഈ രഹസ്യം വന്ന് ആരോട് പറഞ്ഞത്? വാലിയോട് പറഞ്ഞിരിക്കുന്നത്. ആര്? നാരദമുനി വന്ന് പറഞ്ഞിരിക്കുന്നത്. വാലിക്ക് അത് കേട്ടപ്പോൾ ആദ്യം ആകാംക്ഷയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടായി, പാനിക്കായി, പേടി, പരിഭ്രമമൊക്കെ ഉണ്ടായി. പക്ഷേ എന്നിട്ട് വാലി ചിന്തിച്ചു, കുട്ടി ഉണ്ടായാലല്ലേ അതിനെക്കുറിച്ച് ചിന്തിച്ച് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്. വാലി എന്ത് ചെയ്തു? ഇനി ഒരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഈ രാജാവ് ആരും അറിയാതെ കടന്നു ചെല്ലാൻ പോവുകയാണ്. ഋക്ഷരാജൻ, അതായത് വാലിയുടെയും സുഗ്രീവന്റെയും അച്ഛൻ, അദ്ദേഹത്തിന്റെ സേനയിൽ വളരെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു നേതാവായിരുന്നു കേസരി. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഒരു സാമന്ത രാജാവാണ്. വാലിയുടെ അച്ഛന്റെ, അതായത് ഋക്ഷരാജാവിന്റെ അധീനതയിലായിരുന്ന സമയത്ത് സേനയിൽ പ്രാമുഖ്യം വഹിച്ചതുകൊണ്ട് വാലിക്ക് ഒരു രാജ്യം നൽകി, അല്ലെങ്കിൽ തന്റെ ഒരു അധീനതയിലുള്ള ഒരു രാജ്യം നൽകി ഒരു ചെറിയ രാജാവ്, അത് സാമന്ത രാജാവ് ആക്കി മാറ്റിയിരിക്കുകയാണ് ആര്? വാലി. അപ്പോ വാലി എന്ത് ചെയ്തു? തന്റെ ബുദ്ധി ഉപയോഗിച്ച്, വാലിക്ക് ഇഷ്ടം പോലെ ചാരന്മാരുണ്ട്. എല്ലായിടത്തും വാലിക്ക്, എന്ത് കാര്യത്തിനും വാലിക്ക് ചാരന്മാരുണ്ട്. കാരണം അത്രയധികം ശക്തിമത്താണ്, ആത്മവിശ്വാസം ഒക്കെയാണ് തന്നെ. പക്ഷെ എന്നാലും ഒരു അരക്ഷിതാവസ്ഥ ആ പൊസിഷനിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വാലി ഇഷ്ടം പോലെ ചാരന്മാരെ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ എല്ലാം നിയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ചാരൻ എവിടെയുമുണ്ട്. കേസരിയുടെ ഭാര്യ അഞ്ജന ഗർഭവതിയാണ് എന്ന് അറിഞ്ഞിരിക്കുമ്പോൾ കേസരിയുടെ കൊട്ടാരത്തിലുമുണ്ട്. ആർക്ക്? വാലിക്ക് ആ വാനരന്മാരുടെ ഇടയിൽ ചാരന്മാർ. വാലി എവിടേക്കാണ് നേരെ കടന്നു ചെന്നത്? അന്നൊരു ദിവസം ആരും അറിയാതെ ഒരു രാത്രിയില് വാലി
കേസരിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരു കുഞ്ഞു പോലും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല വാലി അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. നേരെ കുശിനിപ്പുരയിലേക്കാണ് ചെല്ലുന്നത്, പാചകപ്പുര. അവിടെ ഒരു പ്രത്യേക ആളെ അദ്ദേഹം നിയോഗിച്ചിട്ടുണ്ട്. ആര്? ഒരു കുശിനിക്കാരി. അഞ്ജന ഗർഭിണിയാണ് എന്ന് അറിഞ്ഞത് മുതൽ വാനര ആ രാജകുമാരനെ വരവേൽക്കാൻ അത്രയും പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം കേസരി അഞ്ജനയ്ക്ക് ഒരു പാചകക്കാരിയെ വെച്ചിട്ടുണ്ട്. ആ പാചകക്കാരി നിർഭാഗ്യവശാൽ ആരാണ്? വാലിയുടെ ചാരനായി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ വാലി വളരെ കൺഫേം ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നേരെ അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വസ്തു ആ പാചകക്കാരിക്ക് കൊടുത്തു. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. പാചകക്കാരി അത് കയ്യിൽ വാങ്ങിച്ചു. അവർ സാധാരണ വ്യക്തിയൊന്നുമല്ല, വളരെ വിദഗ്ധയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് സാധനമാണ്, എന്ത് ദ്രാവകമാണ് ആ ഒരു പാത്രത്തിൽ, ഈ അടച്ചു സൂക്ഷിച്ച ഒരു പാത്രത്തിൽ വാലി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മണപ്പിച്ചു നോക്കിയപ്പോഴേ ആർക്ക് മനസ്സിലായി? പാചകക്കാരിക്ക് മനസ്സിലായി. എന്താണത്? പഞ്ചലോഹങ്ങളുടെ സമ്മിശ്രമായിട്ടുള്ള ഒരു ദ്രാവകം, വളരെ പോയ്സണസ് ആയിട്ടുള്ള ഒരു ദ്രാവകം. സ്വർണം, വെള്ളി, ഈയം, ഓട്, ചെമ്പ് ഇതെല്ലാം ചേർത്തിട്ട് വളരെ കോൺസെൻട്രേറ്റഡ് ആക്കി പോയ്സണസ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ദ്രാവകമാണ്. സത്യം ആർക്കും മനസ്സിലാവുകയില്ല ആ ദ്രാവകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചലോഹത്തിന്റെ പോയ്സണസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷാത്മകമായിട്ടുള്ള ഒരു മിശ്രണമാണെന്ന് ആർക്കും മനസ്സിലാവുകയില്ല. പക്ഷേ ഇവര് സ്പെഷ്യലാണ്, ഈ കുശിനിക്കാരി. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആർക്ക് പറഞ്ഞു കൊടുത്തു? വാലി പറഞ്ഞു കൊടുത്തു. എന്താണ്? അടുത്ത ദിവസം രാവിലെ പാചകക്കാരി വാലി കൊണ്ടുവന്നു ആ ദ്രാവകത്തിനെ നന്നായി കുക്ക് ചെയ്തിട്ട് ഒരു ആരോഗ്യ പാനീയമാക്കി ആർക്ക് കൊടുത്തു? അഞ്ജനയുടെ കയ്യിൽ കൊടുത്തു. അഞ്ജന ഇതൊന്നും അറിയുന്നില്ല. ഗർഭവതിയായിട്ടുള്ള തന്നെ സംരക്ഷിക്കാൻ, തൻ്റെ ശിശുവിന് നല്ല വളർച്ചയുണ്ടാവാൻ വേണ്ടി പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം തരുന്ന ആ കുശിനിക്കാരിയെ അഞ്ജന എങ്ങനെയാണ് അവിശ്വസിക്കുക? അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്ന് കൊടുത്തതും പാവ അഞ്ജന അതെടുത്ത് കുടിക്കാൻ തുടങ്ങി. ആ പാചകക്കാരിക്ക് മനസ്സിൽ തോന്നി, ഇത് ശിശുവിനെ മാത്രമല്ല മാതാവിനെ പോലും നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് ഈ പഞ്ചലോഹത്തിന്റെ മിശ്രണം എന്ന് പറയുന്നത്. പക്ഷേ അത് ചെയ്യണമെന്ന് ആ കുശിനിക്കാരിക്ക് ആഗ്രഹമുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ വാലി പറഞ്ഞതുകൊണ്ട് എന്തായാലും അവരത് ചെയ്തു. കുശിനിക്കാരി നോക്കി നിന്നു, പേടിയോടുകൂടി നോക്കി നിന്നു. അഞ്ജന അത് ഒരിറക്ക്, രണ്ടിറക്ക്, മൂന്നിറക്ക് മുഴുവനും കുടിച്ചു തീർത്തു. എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്? അതിന്റെ പ്രതികരണം, ആ അഞ്ജനയുടെ ശരീരത്തിൽ അതിന്റെ പ്രതികരണം പലതരത്തിലാണ്. ആ വിഷത്തിന്റെ പ്രതികരണം ശരീരത്തിൽ ഉണ്ടാകുക. ഒന്ന്, ശരീരത്തിലെ എന്തെങ്കിലും റാഷസ് അല്ലെങ്കിൽ കുരുക്കൾ പോലെയോ, അല്ലെങ്കിൽ ചുവന്ന് തിണർത്ത് വരികയോ, അല്ലെങ്കിൽ ഛർദിലുണ്ടാവുകയോ, അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവുകയോ, അല്ലെങ്കിൽ ഹൃദയസ്തംഭനം ഉണ്ടാവുകയോ, അല്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാമോ, എന്തെങ്കിലും സംഭവിക്കാം. ആദ്യത്തെ മിനിറ്റുകൾക്കുള്ളിൽ ഒന്നും സംഭവിച്ചില്ല. കുശിനിക്കാരി വീണ്ടും അവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നു. ഇല്ല, ഒന്നും സംഭവിക്കുന്നില്ല. അഞ്ജനയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ കുശിനിക്കാരി ആണെങ്കിൽ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. മണിക്കൂറുകളായിട്ടും കുശിനിക്കാരി എന്നിട്ട് അവിടെ നിന്ന് പോയി. വിവരം ആരെങ്കിലും അറിയിക്കും തന്നെ. എന്തായാലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വിവരം ആരെങ്കിലും അറിയിക്കും. അതുകൊണ്ട് തന്നെ കുശിനിക്കാരി എന്ത് ചെയ്തു? അവിടെ നിന്ന് പതുക്കെ പോയി. എന്നിട്ട് എന്താണ് ഇത്രയധികം വിഷാംശമുള്ള ദ്രാവകം കഴിച്ചിട്ടും ഇവർക്കൊന്നും സംഭവിക്കാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട്, അഞ്ജനയ്ക്ക് എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് കുശിനിക്കാരി തിരിച്ച് പാചകപ്പുരയിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. കൈയും തിരുമ്മിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തയോടെ ഉലാത്തുകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു കരച്ചില് കേൾക്കുന്നത്. അഞ്ജനയ്ക്ക് പ്രസവവേദന തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കുശിനിക്കാരി അത് ശ്രദ്ധിച്ചു. അഞ്ജനയ്ക്ക് പ്രസവവേദന തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വേഗം അഞ്ജനയെ സൂതികാഗ്രഹത്തിലാക്കിയിരിക്കുന്നു. എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവരും ഓടി. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അഞ്ജന ഒരു ഉള്ളിൽ മരിച്ച കുട്ടിയെ പ്രസവിക്കുമെന്നാണ് ആര് പ്രതീക്ഷിക്കുന്നത്?
കുശിനിക്കാരി പ്രതീക്ഷിക്കുന്നത്. അതും പ്രതീക്ഷിച്ചുകൊണ്ട് ആ സൂതികാഗ്രഹത്തിന് മുന്നിൽ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കാത്തിരുന്ന ആ പാചകക്കാരിയെ വരവേറ്റത് നവജാത ശിശുവിന്റെ കരച്ചിലായിരുന്നു. അത്ഭുതപ്പെട്ടു പോയി. ആ പാചകക്കാരിയാണെങ്കിൽ മുട്ടും കുത്തി താഴെ ഇരുന്ന് പോയി. ബാക്കിയുള്ളവരെല്ലാം ആഹ്ലാദം കൊണ്ട് എന്താ ചെയ്യാൻ തുടങ്ങി? തുള്ളിച്ചാടാൻ തുടങ്ങി. വാനരരാജനായ കേസരിക്ക് പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുശിനിക്കാരി വീണ്ടും ചാടിപ്പിടച്ച് എഴുന്നേറ്റ് അകത്ത് ചെന്ന് അഞ്ജനയെ കണ്ടതും ആരാണ് ആ മരണത്തെ തോൽപ്പിച്ച കുട്ടിയെന്ന് തനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ ചെന്നതും അവർ അത്ഭുതപ്പെട്ടു പോയി. അവരാണ് ബോധം കെട്ടു വീണത്. ആ കുട്ടി അവരെ നോക്കി പുഞ്ചിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ആ കുട്ടിയുടെ കർണങ്ങളിൽ ആ പഞ്ചലോഹം കൊണ്ടുള്ള ആ വിഷമായിട്ട് കൊടുത്തിരിക്കുന്ന, നശിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആ ഒരു ദ്രാവകം വന്നിട്ട് പഞ്ചലോഹങ്ങൾ കൊണ്ടുള്ള കരുണാഭരണങ്ങളായിട്ട് ജന്മനാ തന്നെ ആ കുട്ടിക്ക് വന്നിരിക്കുന്നത്. ഹനുമാൻ ജനിച്ചപ്പോൾ ഓർക്കുകയാണ്, ഹനുമാൻ ഈ കഥ ഓർക്കുകയാണ്. ഇതെല്ലാം വന്നിട്ട് ഹനുമാൻ ഓർക്കുകയാണ്. ആ പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന ആ കുട്ടി അന്ന് മുതൽ വാലി വന്നിട്ട്, വാലിക്കറിയാം ഇതല്ലേ, വാലിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ആ ഒരു ദിവസം മുതൽ വാലിക്ക് ഹനുമാനോട് അടങ്ങാത്ത തരത്തിലുള്ള പകയും ഈർഷ്യയും ഒക്കെ. വളർന്ന് വളർന്ന് വലുതായി ഹനുമാൻ യുവാവായി. ഹനുമാൻ സുഗ്രീവനോട് കൂടി ചേർന്നപ്പോ വീണ്ടും ആ പക ഇരട്ടിച്ചു. എന്തുകൊണ്ടാണ്? ഹനുമാൻ സുഗ്രീവനോട് കൂടി ചേർന്നപ്പോൾ സുഗ്രീവനെ പോലെയുള്ള ഒരാളെ, ഒന്നാമതേ വാലിക്ക് സ്വന്തം അനിയൻ സുഗ്രീവനെ ഇഷ്ടമല്ല. പക്ഷേ ഹനുമാൻ മന്ത്രി മാത്രമാകണമായിരുന്നു സുഗ്രീവന്റെ. ഹനുമാൻ പക്ഷെ സുഗ്രീവന്റെ കൂടെ ചേർന്നപ്പോൾ മന്ത്രിയല്ല, ഉപദേഷ്ടാവും സുഹൃത്തും വഴികാട്ടിയും സംരക്ഷകനും ഒക്കെയാണ്. നമ്മൾ കേട്ടു. എപ്പോഴാണ് കേട്ടത്? ഋഷ്യമൂക പർവ്വതത്തിൽ സുഗ്രീവൻ ഒളിച്ചു താമസിക്കുമ്പോൾ ഗായത്രി ജപിക്കാൻ വേണ്ടി പോകുന്ന വാലി എല്ലാ ദിവസവും രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സുഗ്രീവന്റെ തലയിൽ ചവിട്ടി ഉപദ്രവിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെയും സുഗ്രീവനെ വാലി വെറുതെ വിടുന്നിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ഹനുമാൻ വന്നിട്ട് എന്ത് ചെയ്തു? പിടിച്ചു. ഹനുമാൻ എന്ത് ചെയ്തു? പിടിച്ചു. എന്നിട്ട് വാലി ആ ദിവസം മുതല് ഹനുമാന്റെ ശക്തിയിൽ വന്നിട്ട് ഭയങ്കര പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തിയാണ് ഹനുമാൻ എന്ന് മനസ്സിലാക്കുന്നു. അന്ന് മുതല്, ആ ദിവസം മുതല് വാലിക്ക് സുഗ്രീവനേക്കാൾ കൂടുതൽ ഹനുമാനാണ് നശിപ്പിക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ്. ഏറ്റവും ഒരുപാട് സ്ഥലത്ത് ചാരന്മാരെ വിടുന്നതിന്റെ കൂട്ടത്തില് ഹനുമാനെ വന്നിട്ട് പിന്തുടരാനും ചാരന്മാരെ വിട്ടു. ഹനുമാൻ എങ്ങോട്ട് പോകുന്നു, എവിടെയാണ് ധ്യാനം ഇരിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ വന്ന് ചാരന്മാരെ അറിയിക്കും. ഹനുമാന്റെ ശക്തിയും ഹനുമാന്റെ ആ ഗുണങ്ങളും പിന്നെ ഹനുമാന്റെ സാഹസികമായിട്ടുള്ള കൃത്യങ്ങളും ഹനുമാന്റെ ഈ സ്വഭാവവിശേഷങ്ങളും ഒക്കെ അറിഞ്ഞപ്പോഴേക്കും വാലിക്ക് സുഗ്രീവനേക്കാൾ കൂടുതൽ ഹനുമാനെയാണ് തന്റെ ശത്രുവായിട്ട് കാണേണ്ടതെന്നാണ് തോന്നുന്നത്. സുഗ്രീവൻ ഹനുമാന്റെ മുന്നിൽ എന്താണ്? ഒരു ചെറിയ വീക്ക്ലിംഗ്, അല്ലെങ്കിൽ വളരെ ദുർബലനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സുഗ്രീവന്റെ യഥാർത്ഥത്തിലുള്ള ശക്തി എന്ന് പറയുന്നത് ഹനുമാൻ മാത്രമാണ് എന്നാണ് വാലിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും എന്തു ചെയ്തു? വാലി ഹനുമാനെ പിന്തുടരാൻ വേണ്ടിയിട്ട്, സുഗ്രീവനെ പിന്തുടരാൻ വേണ്ടിയിട്ടും ചാരന്മാരെ വിടുന്നത് പോലെ തന്നെ ഹനുമാനെ പിന്തുടരാൻ വേണ്ടിയിട്ടും ചാരന്മാരെ വിട്ടു. ഹനുമാനാണ് തൻ്റെ ഏറ്റവും വലിയ മെനസ്, അല്ലെങ്കിൽ എന്താണ്, ഒരു നശിപ്പിക്കേണ്ട വ്യക്തി, അല്ലെങ്കിൽ തനിക്ക് ദുഷ്ടത ചെയ്യേണ്ട വ്യക്തി, അല്ലെങ്കിൽ താൻ ഉടനെ തന്നെ നശിപ്പിക്കേണ്ട വ്യക്തി എന്ന് ആര് ചിന്തിച്ചു തുടങ്ങി? സുഗ്രീവൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു എന്താണ് ഓപ്പർച്യൂണിറ്റി, ഒരു അസുലഭ അവസരം കിട്ടി. എന്താണ്? ചാരന്മാർ പറയുന്നു, ഋഷ്യമൂക പർവ്വതത്തിൽ സുഗ്രീവനെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹനുമാൻ നിരന്തരം ചെയ്യുന്ന, അല്ലെങ്കിൽ ഹനുമാൻ വന്നിട്ട് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വന്നിട്ട് ഏകാന്തമായിട്ട് ധ്യാനം ഇരിക്കുകയാണ് എന്നതാണ്. അപ്പൊ ഈ ഒരു അവസരത്തെ മുതൽക്കൂട്ടാക്കി എടുത്തുകൊണ്ട് വാലി എന്ത് ചെയ്യുകയാണ്? ഹനുമാനോട് എതിരിടാൻ വേണ്ടിയിട്ട് ഹനുമാനെ ആക്രമിച്ച് നശിപ്പിക്കുക എന്ന് തീരുമാനിച്ചുകൊണ്ട്
വാലിയാണെങ്കിൽ കിഷ്കിന്ധയില് തൻ്റെ കൊട്ടാരത്തില് ഏറ്റവും വിലമതിക്കാനാവാത്ത 2 കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് തൻ്റെ സ്വകാര്യ അറയിലാണ്, സ്വകാര്യ മുറിയിൽ, പേഴ്സണൽ ചേംബർ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ് അവിടെയുള്ളത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പത്നി താരയെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ അലമാരിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു മാല, ഒരു നെക്ലേസ്, കഴുത്തിലണിയുന്ന ഒരു മാല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒരു വൈരമാണ്. അതിൻ്റെ കാര്യം എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇപ്പോൾ വാലി എങ്ങോട്ട് പോവുകയാണ്? ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ മുതലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹനുമാനോട് യുദ്ധം ചെയ്യാൻ പോകണം, അതിന് മുന്നേ ഓടി നേരെ പേഴ്സണൽ ചേംബറിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് തൻ്റെ സ്വകാര്യ അറയിൽ ചെന്നപ്പോഴേക്കും താര അദ്ദേഹത്തിനെ വരവേറ്റു. എനിക്ക് വേണ്ടിയാണോ അതോ ഈ വൈരമാലയ്ക്ക് വേണ്ടിയാണോ അദ്ദേഹം വരുന്നത് എന്ന് താര ശ്രദ്ധിക്കുകയാണ്. ഓടി വന്നതും താര ചിരിച്ചുകൊണ്ടിരിക്കുന്ന താരയെയും അവഗണിച്ചുകൊണ്ട് നേരെ ചെന്ന് ആ ഒരു സേഫ് തുറന്നിട്ട്, അലമാര തുറന്നിട്ട് അതിൽ നിന്നും ആ വൈരമാല എടുത്ത് കഴുത്തിൽ അണിഞ്ഞിട്ട് നേരെ റൂമിൻ്റെ അകത്തു നിന്നും അല്ലെങ്കിൽ മുറിയുടെ അകത്തു നിന്നും അദ്ദേഹം പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. താരയ്ക്ക് മനസ്സിലായി വീണ്ടും താൻ ആ വൈരമാലയോട് തോറ്റിരിക്കുന്നു. താര ചിന്തിക്കുകയാണ്, എത്ര കവചകുണ്ടലങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ സംരക്ഷണ കവചം അണിഞ്ഞാലും ആപത്തുകളോ പ്രതിബന്ധങ്ങളോ വന്നിട്ട് വിധിയുണ്ടെങ്കിൽ തടുക്കാൻ പറ്റുകയില്ല, മരണത്തെ തടുക്കാൻ പോലും പറ്റുകയില്ല. ഈ ഒരു തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ വാനരരാജനായിട്ടുള്ള വാലി സ്വയം ഭയങ്കര ആത്മവിശ്വാസമാണ്, അദ്ദേഹത്തിന് അജയ്യനാണ് താന് എന്ന് അദ്ദേഹത്തിന് വളരെയധികം അറിവുണ്ട്. എങ്കിലും അദ്ദേഹം വന്നിട്ട് അജയ്യൻ അല്ല, അല്ലെങ്കിൽ മരണത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ആളല്ല എന്ന് താരയ്ക്ക് മനസ്സിലായി. എത്രയധികം കവചകുണ്ടലങ്ങളോ എത്രയധികം വൈരമാലകളോ ഒക്കെ സംരക്ഷണ ഭിത്തിയായിട്ട് കൊണ്ടുപോയാലും അതാര് കൊടുത്തതാണ്? ഇന്ദ്രൻ കൊടുത്തതാണ് വൈരമാല. അത് സംരക്ഷണത്തിന് വേണ്ടി കൊടുത്തതാണ്. അതിന്റെ പിന്നിൽ ഒരു കഥയുമുണ്ട്. അത് എത്ര തവണ അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് കരുതിയാലും ഇന്നെവിറ്റബിൾ അല്ലെങ്കിൽ തടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, മരണം. അത് ഒരിക്കലും ഒരു സംരക്ഷണ ഭിത്തിയും കെട്ടിമറയ്ക്കാൻ പറ്റുകയില്ല. പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ? വാലിയോട് ഇതൊക്കെ താരയ്ക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം താരയ്ക്ക് വാലിയുടെ മുന്നിൽ അത്രയ്ക്ക് ശബ്ദമുയർത്തി സംസാരിക്കാൻ പറ്റുകയില്ല. പിന്നെ എന്താണ് ഒരു പത്നിക്ക് ചെയ്യാൻ കഴിയുക? ഈ പോകുന്ന അല്ലെങ്കിൽ സാഹസികമായിട്ട് അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുദ്ധത്തിന് പോകുമെങ്കിൽ മാത്രമേ വാലി ഇത് എടുത്ത് കഴുത്തിൽ അണിഞ്ഞു പോവുകയുള്ളൂ. കാരണം ഒരു പ്രത്യേക വിശേഷപ്പെട്ട മാലയാണത്. താര ദൂരെ നിന്ന് നോക്കുമ്പോൾ ചാടി തുള്ളി എവിടേക്കോ വന്നിട്ട് ഉറച്ച ചുവടോടുകൂടി സ്പീഡിൽ വേഗതയാർന്ന രീതിയിൽ ഓടിപ്പോകുന്ന വാലിയാണ് കാണുന്നത്. വാലിയെ കണ്ട് താര ആ മട്ടുപ്പാവിൽ നിന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ അങ്ങനത്തെ ഒരു ഭാര്യയ്ക്ക് കഴിയുകയുള്ളൂ. വാലി എവിടെ ചെന്നു? തൻ്റെ ചാരന്മാര് എവിടെയാണോ ആ ഒരു പ്രത്യേക സ്ഥലം, ഹനുമാൻ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു പ്രത്യേക ദിവസം വന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് എന്തു ചെയ്യും? തപസ്സിരിക്കും അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കും. അദ്ദേഹം സുഗ്രീവന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ വളരെ അധികം അദ്ദേഹം സിൻസിയറായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥതയോട് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഭഗവാനെ ധ്യാനിക്കുക എന്നുള്ളതാണ്, ഈശ്വരനെ ധ്യാനിക്കുക എന്നുള്ളത് മുടക്കം വരാതെ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സ്ഥലമാണ് ഇന്ന് ആര് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? തങ്ങളുടെ ചാരന്മാര് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ടും വാലി നോക്കുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. ഹനുമാൻ ഇവിടെ വരുമെന്ന് ചാരന്മാര് വിവരം അറിയിച്ചിരിക്കുന്നു. പക്ഷെ ഇനി തന്നെ എങ്ങാനും അവർ പറ്റിച്ചതാണ്. ചാരന്മാര് വെറുതെ കാര്യമായിട്ട് ഹനുമാൻ വരും വിവരമൊന്നും ഇല്ലാതെ തന്നെ പറ്റിച്ചതാണോ എന്ന് പോലും അദ്ദേഹത്തിന് കുറെ നേരം അദ്ദേഹം നോക്കിയിരുന്നു, മണിക്കൂറുകൾ അദ്ദേഹം നോക്കിയിരുന്നു. എന്നിട്ടും ആരും വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ വാലി പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി തിരിഞ്ഞതും അപ്പോഴാണ് വാലി വളരെ ഉറച്ച കാൽപ്പാടുകൾ വന്നിട്ട് പുല്ലിൽ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ വാലിക്ക് മനസ്സിലായി ആര് വരുന്നു? ഹനുമാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലായി. ഹനുമാൻ ഇതൊരു വളരെ
കാര്യമായിട്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത് ഈ ധ്യാനം എന്ന് പറയുന്നത്. കാരണം സുഗ്രീവന്റെ സേവനത്തിൽ ഇരുന്നാലും സുഗ്രീവന്റെ സംരക്ഷകനായിട്ട് ഇരുന്നാലും ഹനുമാൻ എപ്പോഴും തൻ്റെ ആ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നിട്ട് ആ ഒരു വളരെ മനോഹരമായിട്ട് പ്രകൃതി, അതായത് ഋഷ്യമുഖ പർവ്വതത്തിന്റെ ഒരു താഴ്വാരത്ത്, കുറച്ച് അകലെയായിട്ട് ഒരു താഴ്വാരത്ത് എന്ത് ചെയ്യും, അദ്ദേഹം വരും. ആ താഴ്വാരം കാണാൻ വളരെ ഭംഗിയാണ്. വളരെ മനോഹരമായിട്ടുള്ള സസ്യങ്ങളും ലതകളും പുഷ്പങ്ങളും ഒക്കെ പുഷ്പിച്ചു നിൽക്കുന്ന മരങ്ങളും വളരെയധികം മനോഹരമായിട്ടുള്ള കിളികളുടെ പാട്ടും പിന്നെ ശാന്തരായ മൃഗങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് അത്. അവിടെ എത്തുമ്പോൾ തന്നെ ഹനുമാന് വളരെയധികം സന്തോഷമാണ്. ഹനുമാന് തൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു ധ്യാന നിമഗ്നമായി ഇരുന്നിട്ട് തൻ്റെ ആ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഊർജത്തെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കൂട്ടുക എന്നുള്ള പോസിറ്റീവ് എനർജിയെ കൂട്ടാനുള്ള ഒരു സമയമാണ് ഹനുമാൻ ആ ധ്യാനം എന്ന് പറയുന്നത്. വളരെയധികം കൃത്യമായിട്ട് അദ്ദേഹം മിക്കവാറും ചെയ്യുന്നതും ആ ധ്യാനമാണ്. ആ ഒരു സ്ഥലത്തേക്കാണ് ആര് വന്നിരിക്കുന്നത്, വാലി വന്നിരിക്കുന്നത്. വാലി പതുങ്ങിയിരിക്കുകയാണ്. ഹനുമാൻ ആ സ്ഥലത്ത് വന്ന് ചുറ്റും കണ്ണോടിച്ച് എളിയിൽ ഇങ്ങനെ കയ്യും കുത്തി ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ആ സ്ഥലം കണ്ടപ്പോഴേ തന്നെ അദ്ദേഹം പുഞ്ചിരിച്ചു. വളരെയധികം സന്തോഷമായിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു. പത്മാസനത്തിൽ നട്ടലെല്ലാം നിവർത്തി വെച്ചിട്ട് പത്മാസനത്തിൽ അദ്ദേഹം ധ്യാനനിരതനായിട്ടിരുന്നു. കണ്ണുകൾ അടച്ച് വളരെ നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന് അത്രയധികം ഏകാഗ്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു താമസവും വിന എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ആ ധ്യാനത്തിലേക്ക് പോകാൻ കഴിയും. അങ്ങനെ അദ്ദേഹം കണ്ണുകൾ അടച്ച് ധ്യാനിച്ച് തുടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന് പുറത്ത് ഈ ധ്യാനത്തിലേക്ക് തുടങ്ങുന്ന സമയത്ത് പുറത്തുള്ള ഇതിനെക്കുറിച്ച് കുറച്ച് എന്തുണ്ടാവും, അറിവുണ്ടാകും. അദ്ദേഹത്തിന് വേറെ ആരുടെയോ സാന്നിധ്യം അവിടെ തോന്നിയത്. പെട്ടെന്ന് അദ്ദേഹം ഒരു സംരക്ഷണത്തിന്റെ പോസ്റ്ററിലേക്ക് വരുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആരുടെയോ കൈത്തലം പതിക്കുന്നത് പോലെ, അത്ര വേഗത്തിൽ പതിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നതും അദ്ദേഹം ചാടിപ്പിടിച്ച് എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു, സ്വയം വന്നിട്ട് എന്ത് ചെയ്യുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം കാണുന്നത് വാലി തൻ്റെ കൈത്തലം കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഹനുമാന്റെ മുഖത്ത് ഇടിച്ച് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന വാലിയെ അദ്ദേഹം കാണുന്നത്. വാലിയും ഹനുമാനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾക്ക് ആ യുദ്ധത്തെ ഇപ്പോൾ വിവരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ലാത്തതിനാൽ അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ മാറ്റിവെക്കാം. ഹനുമാനും വാലിയും തമ്മിലുള്ള യുദ്ധവും എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തെക്കുറിച്ച് ആരും അറിയാതിരുന്നത് എന്നും എന്തുകൊണ്ടാണ് കിഷ്കിന്ധയിൽ പോലും ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് അറിവുണ്ടായില്ല എന്നും ഉള്ളത് എന്താണെന്ന് നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. ഹരേ കൃഷ്ണ.